181 സാക്ഷികളെ. We find that as on date, 181 witnesses have been examined and their statements recorded. മൂന്നാമത്തത് പ്രതികളുടെയും സംശയദൃഷ്ടിയിലുള്ളവരുടെയുമായിട്ടുള്ള അവരുടെ കൈപ്പടകൾ, അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും അവരുടെ ഒപ്പുകളും ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. 4, സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലിഞ്ചിങ് ആയിട്ടുള്ള രേഖകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നിട്ട് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം യഥാർത്ഥത്തിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലെ ഈ മാപ്രകളെന്ന് പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, അവർ ശരിക്കും നാണം കെട്ട് തലകുനിച്ചു പോകേണ്ട ഒരു കാര്യമാണ് കോടതി അടുത്തതായിട്ട് പറയുന്നത്. കോടതി SITയോട് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ഷുഡ് ബി കണ്ടക്റ്റഡ് വിത്ത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഡിസ്ക്രിഷൻ, ഇൻറ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി വിത്തൗട്ട് ഡൈവൾജിങ് എനി ഇൻഫർമേഷൻ ടു ദി പബ്ലിക് ഓർ മീഡിയ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ 1.5 മാസം കൂടി SITക്ക് സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അതിനിടയിൽ സുപ്രീം കോടതി ഇന്നലെ നടത്തിയ പരാമർശം, അതായത് ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസ് തൻ്റെ പരാമർശം, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള തൻ്റെ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയിൽ വിധി പറയുന്നതിനിടയിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ദൈവത്തിനെ പോലും വെറുതെ വിടില്ലേ എന്നുള്ള വളരെ പരിഹാസ്യമായ, എന്നാൽ ഓരോ വിശ്വാസിയുടെയും ഓരോ പൗരൻ്റെയും ചങ്കിൽ തറയ്ക്കുന്ന ഒരു ചോദ്യം കൂടി സുപ്രീം കോടതി ചോദിച്ചത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം പുറത്തു വന്നത്. താങ്കൾ തീർച്ചയായും ആ ഒരു വിധിന്യായത്തെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നു ഇന്നലത്തെ വിധിന്യായത്തിലുണ്ടായിരുന്നത്? നമ്മൾ ഇന്നലത്തെ ഡെവലപ്മെൻറ്റ്സ് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തു. അതെ. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, സുപ്രീം കോടതിയുടെ പരാമർശം നമ്മൾ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതിയുടെ പരാമർശം, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടും നമ്മൾ ചില പ്രാഥമികമായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിധിന്യായം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. വരുള്ളൂ. അപ്പം ആ വിധിന്യായം ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നു. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന 10ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഇന്നലെ പുറത്തു വന്നത്. ഒരുപക്ഷെ 10 ഇടക്കാല ഉത്തരവുകളും വളരെ ആഴത്തിൽ പരിശോധിച്ചിട്ടുള്ള പല ആളുകളിൽ ഒരാളായിരിക്കും ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ തന്നെ പല ആളുകളെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇത്രയും വിശകലനം ചെയ്ത് വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയത് എനിക്ക് തോന്നുന്നു താങ്കൾ മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് അതിനകത്തൊരു അഭിമാനം അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടല്ലോ. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം അവലോകനം ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് നമ്മുടെ സമയം പാഴാക്കി ഇത് കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരാളിൻ്റെതാക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമല്ല. ഞാനതിനകത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-60-ലധികം വീഡിയോകൾ നമ്മൾ ചെയ്തു തുടർച്ചയായി. അതിലെനിക്ക് തോന്നുന്നൊരു 50% കൂടുതലും ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് അതിനകത്തൊരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് അഭിമാനം ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സാമാന്യം നല്ല രീതിയിൽ ആളുകൾ അത് കാണുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം. കാരണം മിക്കവാറും നമ്മുടെ അഭിമുഖങ്ങളെല്ലാം തന്നെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് വേണ്ട അരമണിക്കൂർ ഉള്ളതാണ്. മനസ്സിലായി? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ പരക്കം പാച്ചിലിനിടയിൽ ഇത്രയും ഡ്യൂറേഷനുള്ള അഭിമുഖങ്ങളൊക്കെ ആളുകളിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അത്ഭുതമാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യൂവർഷിപ്പ് 2 തരത്തിലാവാം. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്ന വ്യൂവർഷിപ്പും ആകാം, 2 ഇരുന്ന് കാണുന്ന വ്യൂവർഷിപ്പ് ആകാം. അതെ. അപ്പോൾ സാധാരണയിൽ ഇരുന്ന് കാണുന്ന വ്യൂവർഷിപ്പ് വളരെ റെയറാണ്. പക്ഷെ നമ്മളുടെ ഇൻ്റർവ്യൂകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യം നല്ല തോതിൽ ആളുകൾ അത് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെയേറെ അഭിമാനം തരുന്ന ഒരു കാര്യം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ചെയ്ത ഇൻ്റർവ്യൂകളിൽ തന്നെ ഒരു 50% കൂടുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതെല്ലാം വളരെ ആഴത്തിലും വസ്തുനിഷ്ഠമായിട്ടുമാണ് നമ്മൾ വിശകലനം ചെയ്തു പോകുന്നത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ പൊതുവിൽ നടത്തുന്ന പരാമർശങ്ങൾ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇന്നലത്തെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതാണ് അറിയേണ്ടത്. അതിനകത്ത് ഞാൻ എന്നെ കൂട്ടുന്നില്ല. കാരണം ഞാൻ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പം പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകൾ പറയുമ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വസ്തുനിഷ്ഠമായിട്ടാണ് ഞാനത് ചെയ്തത്. അതല്ലാതെ ഈ യൂട്യൂബിലും ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറയുന്ന പോലെ
വ്യൂവർഷിപ്പിന് വേണ്ടിയുള്ള പൊട്ടിക്കലല്ല. ഇപ്പം ഒരു ദൃശ്യമാധ്യമം, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ദൃശ്യമാധ്യമത്തിൽ ഒരു റിപ്പോർട്ടർ നിരന്തരമായി പറഞ്ഞു SIT-യിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ആരാണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ചില കളികളാണ് എന്ന് ഉള്ളത് എനിക്ക് അന്നേരം വ്യക്തമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഹൈക്കോടതി വിധിയിൽ അത് പറയുന്നു. സുമേഷ്, എനിക്ക് തോന്നുന്നത് ഈ ഹൈക്കോടതിയുടെ ഇന്നലത്തെ വിധി ഈ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്നാണ് എനിക്ക്. കാരണം SIT-ക്ക് പല വീഴ്ചകളുമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും SIT-ക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷെ എന്നാൽ പോലും SIT-യെ ഹൈക്കോടതി ഇത്രയേറെ വിശ്വസിക്കുമെന്നും SIT-ക്ക് വീണ്ടും ഒരു 6 കാലത്തെ കൂടി കാലാവധി കൊടുക്കുമെന്നൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. നമ്മളെല്ലാവരും കരുതിയിരുന്നത് അന്വേഷണം അവസാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അന്വേഷണം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നീട്ടിക്കൊടുക്കുന്ന അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില വിമർശനങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കും എന്നായിരുന്നു എൻ്റെ. ഇപ്പം SIT-ക്ക് പിന്തുണ കൊടുത്താൽ പോലും ചില വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഹൈക്കോടതി കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 19 സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ വിമർശനങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ഇപ്പോൾ ജനുവരി 5 വിധി 8 പേജുള്ളൊരു വിധിന്യായമാണ്. പക്ഷെ ആ വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യാവസാനം പ്രത്യേക അന്വേഷണ സംഘത്തിനെ പിന്തുണച്ചിരിക്കുകയാണ്. ആദ്യാവസാനം ഒരു വരി വിമർശനം പോലും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഇല്ല എന്ന് മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘം കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി ശരിയായ പാതയിലാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശദാംശങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു ആ ഒരു വിധിന്യായത്തിലെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചുമ്മാ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള സൂപ്പർഫ്ലോസ് ആയിട്ട് ആ SIT കൊള്ളാം, അന്വേഷിച്ചോ കുഴപ്പമില്ല എന്ന് പറയുകയല്ല ചെയ്തു. എന്തുകൊണ്ട് തങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു അന്വേഷണമാണ്. ഇത് അയ്യപ്പൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയിട്ടുള്ളൊരു അന്വേഷണമാണ്. ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായിട്ടുള്ളൊരു അന്വേഷണമാണ്. ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അർത്ഥസത്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പ്രചരണം നടത്തുന്നത്, മീഡിയ ട്രയൽ നടത്തുന്നത് ഈ അന്വേഷണത്തെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കും എന്ന് കാര്യകാരണ സഹിതം കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ 6 ആഴ്ച കൂടി സമയം നീട്ടിക്കൊടുത്തു. അതിലാദ്യത്തെ ഒരു ഭാഗം, എന്തുകൊണ്ട് SIT-യെ പിന്തുണച്ചു എന്നുള്ള ഭാഗം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൽ പറയുന്നത് 2025 3700 എന്ന് പറഞ്ഞ ക്രൈം, അത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അതിൻ്റെ സ്വർണം വെട്ടിയതുമായി അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. 3700 of 2025 അതൊരു ക്രൈം. അതുപോലെ തന്നെ 3701 of 2025 എന്ന് പറഞ്ഞിട്ട് 2 ക്രൈമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്രൈമിൽ 15 പ്രതികളാണുള്ളത്, അതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ക്രൈമിൽ 12 പ്രതികളുണ്ട്, അതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം യഥാർത്ഥത്തിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലെ ഈ മാപ്രകളെന്ന് പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, അവർ ശരിക്കും നാണം കെട്ട് തലകുനിച്ച് പോകേണ്ട ഒരു കാര്യമാണ് കോടതി അടുത്തതായിട്ട് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ദൃശ്യമാധ്യമങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൃശ്യമാധ്യമങ്ങൾ ഏതാണ്ട് ഒരു 10-12 പേരെ ചോദ്യം ചെയ്തു, അവരുടെ മൊഴിയെടുത്തു. കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി രഹസ്യമായിട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു 10-12 പേരുടെ മൊഴി എടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെ. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? SIT കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 181 സാക്ഷികളുടെ മൊഴിയെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. 181 സാക്ഷികളെ. We find that as on date 181 witnesses have been examined and their statements recorded. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകനെന്നും പറഞ്ഞവൻ ആ SIT-യിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച്, SIT-കാരൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് എന്നൊക്കെ പറയുന്ന ഇവന്മാർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നും അന്വേഷണം എങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? അതെ. അല്ല, തീർച്ചയായിട്ടും 181 പേരെ മൊഴിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ കരുതിയത് എന്താണ്, ഒരു 10-15 പേരുടെ മൊഴിയെടുത്ത് കാണും എന്നുള്ളതാണ്.
അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകർ ഈ SIT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അത് ചെയ്തു ഇത് ചെയ്തു മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്ന മുഴുവൻ പൊട്ടത്തെറ്റാണ്. ചുക്കും ചുണ്ണാമ്പ് ഇവർക്ക് അറിയില്ല എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് SIT ഒരു വിവരങ്ങളും പുറത്തു കൊടുക്കാതെയാണ് അന്വേഷണം നടത്തുന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. 181 പേരെ ആലോചിച്ചോണം. എന്നിട്ട് കോടതി പറയുന്നത് SIT നടത്തിയിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ 1998 മുതൽ 2025 വരെയുള്ള 27 വർഷക്കാലത്ത് നടന്ന കാര്യങ്ങളാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 98-ൽ നടന്ന പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടത് മുതൽ 2025-ൽ ഈ വാതിലുകൾ കൊണ്ടുപോയി PS പ്രശാന്തിന്റെ കാലത്ത് അതുവരെയുള്ള 27 വർഷത്തെ ആ അന്വേഷണത്തെ 4 ഘട്ടമായി തിരിച്ചാണ് SIT അന്വേഷിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നെന്ന് പറയുന്നത്, ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ശ്രീകോവിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വർണം പൊതിഞ്ഞ സംഭവം, അതാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ എന്ന് പറയുന്നത് 2019-ൽ ശ്രീകോവിലിലെ വാതിലിൽ നടന്ന സ്വർണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 2019, അതാണ് രണ്ടാം ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽ പാളികൾ, കട്ടളകൾ ഇതുമായി ബന്ധപ്പെട്ട് 2019-ൽ നടന്നതാണ് മൂന്നാം ഘട്ടം. നാലാം ഘട്ടം എന്ന് പറയുന്നത് 2025-ൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണഭൂഷിതമായിട്ട്. അപ്പം 4 ഘട്ടങ്ങളായിട്ടാണ് അന്വേഷണമെന്നും ആ അന്വേഷണം ഏതാണ്ട് ഒരു 27 വർഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അന്വേഷണം എന്നാണ് പരാതി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഭാഗം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇതെത്ര സമഗ്രവും എത്ര ആഴത്തിലുള്ളതും എത്ര വസ്തുനിഷ്ഠവും എത്ര യാഥാർത്ഥ്യബോധത്തോടു കൂടിയുമാണ് ഈ SIT അന്വേഷിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവസാനത്തെ 5ാമത്തെ പാരഗ്രാഫ് ഒരു പറയും. അതിൽ ഒന്നാമതായി പറയുന്നത് എന്താണ്? ഒന്നാമതായി പറയുന്നത് കോൾ ഡേറ്റ റെക്കോർഡ്സും ടവർ ടംപ് ഡീറ്റെയിൽസും പ്രതികളുടെയും സംശയദൃഷ്ടിയിലുള്ളവരുടെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു. അത് തന്നെ എത്രത്തോളം ഞാനതിലേക്ക് വരാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രതികളുടെയും അതുപോലെ തന്നെ സംശയദൃഷ്ടിയിലുള്ളവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത്, പ്രതികളുടെയും സംശയദൃഷ്ടിയിലുള്ളവരുടെയുമായിട്ടുള്ള അവരുടെ കൈപ്പടകൾ, അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും അവരുടെ ഒപ്പുകളും ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. 4, സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലിഞ്ചിങ് ആയിട്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുപിടിച്ചിരിക്കുന്നു. 5, ഈ പ്രതികളുടെയും സംശയദൃഷ്ടിയിലുള്ളവരുടെയും ആസ്തി വകകൾ അന്വേഷിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SIT ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ആഴത്തിലുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ, പ്രതികൾ, സംശയദൃഷ്ടിയിലുള്ളവർ, അവരുടെ കോൾ ഡേറ്റ റെക്കോർഡ്സ്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരുടെ ആസ്തി. മനസ്സിലായില്ലേ? ഇത് മൂന്നും പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് കാര്യങ്ങൾ ക്ലിയർ ആവും. ഇതിനിപ്പോൾ ആരുടെയൊക്കെ ആയിരിക്കും പരിശോധിക്കുക? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. പ്രതികളുള്ളത്, സംശയദൃഷ്ടിയിലുള്ളവർ, പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിമാർ, മുൻമന്ത്രിമാർ, പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള MLA-മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ എല്ലാവരുടെയും കോൾ ഡേറ്റ റെക്കോർഡ്സും ബാങ്ക് അക്കൗണ്ട്സും അവരുടെ അസറ്റ്സും കൂടെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 99% കാര്യങ്ങൾ ഉറപ്പായല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നറിയോ, ഇനിയിപ്പോൾ ADGP ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ആരോടൊന്നും ഞാൻ ഉന്നയിക്കില്ല. കാരണം അതെല്ലാം പരിശോധനയിൽ വന്നു കഴിഞ്ഞു. അതാണ് ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ ചോദ്യം ചെയ്തില്ല ഒന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായി? ഇതിനകത്ത് അതാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം കോടതി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ VSS-ൽ നടക്കുന്ന ഒരു അന്വേഷണം അത് നിർണായകമാണ് എന്ന് കോടതി അതിനുശേഷം പറയും. അതിനുശേഷം കോടതി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രൊഫഷണലായിട്ടും വളരെ തറവായിട്ടും ലിവിങ് നോട്ട് സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ വരെ ചെന്ന് ഈ അന്വേഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പറയുന്ന SIT ചെയ്യുന്നൊരു വലിയ ജോലിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ പെട്ടിട്ടുള്ള പ്രതികളെല്ലാം കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയായിട്ട് പോവുക. വിജിലൻസ് കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി പോകുന്നു. ഇതിനെ മുഴുവൻ ഡിഫെൻഡ് ചെയ്യേണ്ട ചുമതല SIT-യുടേതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിരുന്ന് ചുമ്മാ ചർച്ച ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ഇവരെല്ലാവരെയും പോകുമ്പോൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്യണം.
കാരണം ഇവർക്ക് ആർക്കെങ്കിലും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ SIT ആണ് ചീത്തുള്ളി കേൾക്കുക. അതെ അതെ. അപ്പൊ അങ്ങനത്തെ അന്വേഷണത്തിന് സാരമായി ബാധിക്കും. വലിയ പണി, അങ്ങനെ ഒരു വലിയ പണി SIT ചെയ്യുന്നുണ്ട് എന്ന് കോടതി പറഞ്ഞു. എന്ന് മാത്രമല്ല SIT കേരളത്തിന് പുറത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കോടതി പറയുന്നു. അപ്പോൾ എന്നിട്ടാണ് SIT എന്നിട്ടാണ് കോടതി ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഇതിനകത്തേക്ക് വരുന്നത്. അവിടെ കോടതി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് SIT കോടതിയോടാണ് ഉത്തരം പറയേണ്ടതെന്നും കോടതി SITയോട് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ഷുഡ് ബി കണ്ടക്റ്റഡ് വിത്ത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഡിസ്ക്രിഷൻ, ഇൻറ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി വിത്തൗട്ട് ഡൈവൾജിങ് എനി ഇൻഫർമേഷൻ ടു ദി പബ്ലിക് ഓർ മീഡിയ. അതായത് മാധ്യമങ്ങൾക്കൊന്നും ഒരു വിവരവും പുറത്തു കൊടുക്കാതെ വളരെ വിവേചന ബുദ്ധിയോടുകൂടിയും വളരെ ആത്മാർത്ഥതയോടുകൂടിയും വളരെ സ്വകാര്യമായിട്ടും അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഇതുവരെ ജനങ്ങളിലേക്ക് എത്തിച്ചത് മുഴുവൻ ഊഹാപോഹങ്ങളായിരുന്നു. എന്നിട്ട് കോടതി പറയുന്നതാണ് വി ആർ ഇൻഫോംഡ് ദാറ്റ് നോ ഇൻഫർമേഷൻ ഈസ് ബീങ് പാസ്ഡ് ബൈ ദ SIT ടു എനി ഔട്ട്സൈഡർ ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് കെപ്റ്റ് ഹൈലി കോൺഫിഡൻഷ്യൽ. എന്ന് പറഞ്ഞാൽ SIT പറഞ്ഞതാ, ഒരു വിവരവും ഞങ്ങൾ ഒരാൾക്കും കൊടുക്കുന്നില്ല, ഞങ്ങൾ അന്വേഷണം കംപ്ലീറ്റ് കോൺഫിഡൻഷ്യലായിട്ട് രഹസ്യാത്മകമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ SITയിൽ നിന്ന് കിട്ടിയ വിവരം SITയിലെ അംഗങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നുള്ള വിവരം SIT അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാപ്രകൾ ഈ ദൃശ്യമാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധവും പൊട്ടത്തരവുമാണെന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? അതെ, അതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ആധികാരികമായി പറയുന്നു എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഒരു പ്രത്യേക ഒരു റിപ്പോർട്ടറുണ്ട്. ആ റിപ്പോർട്ടറൊക്കെ വന്നിട്ട് അയാളെയാണ് എല്ലാവരും വിശ്വാസത്തിലെടുത്ത കാര്യങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല മാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അയാൾ എന്താ പറഞ്ഞു, SITയിൽ നിന്ന് കിട്ടിയ വിവരം, SITയിലെ അംഗങ്ങളോട് ചോദിച്ചപ്പോൾ കിട്ടിയ വിവരം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നത് അയാൾക്കൊക്കെ മുഖത്തടിയാണ് കോടതി ഇതിനകത്തോട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് despite such clear directions, it is reported that the SIT is being subjected to unwanted pressure by way of misleading, speculative and unfounded reports aired through sections of mainstream media and social media platforms. ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ ഞങ്ങൾ SITക്ക് കൊടുത്തിരിക്കുന്നു. അതിനനുസരിച്ച് അവർ രഹസ്യാത്മകമായിട്ടാണ് അന്വേഷിക്കുന്നത്. എന്നാൽ പോലും അവരുടെ മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്ന നിലയിൽ ഉള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ അവർ കൊടുത്തു. എന്നിട്ട് പറയുന്നത് certain narratives appears to have deliberately crafted, പ്രത്യേക ചില രീതിയിൽ ചില വാർത്തകൾ മെനയുന്നു, മേക്കിംഗ് ബേസ്ലെസ് ഇമ്പ്യൂട്ടേഷൻസ് എഗൻസ്റ്റ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് മേൽ ആരോപണങ്ങൾ പറയുന്നു. യഥാർത്ഥ അന്വേഷണം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉള്ള വസ്തുത പരിഗണിക്കാതെ അവരുടെ മേൽ വലിയ സമ്മർദ്ദം നടത്തുന്നു. ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കോടതി പറയുകയാണ്, പ്രത്യേകിച്ചും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണത്തെ ഈ രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത് അന്വേഷണത്തിൻ്റെ ആത്മാർത്ഥതയെ താഴ്ത്തിക്കെട്ടാനും സ്ഥാപനങ്ങളിൽ മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കാനും ക്രിമിനൽ നീതി നിർവഹണ സംവിധാനത്തിൽ ഇടപെടാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കും. വളരെ ഗൗരവമായിട്ടുള്ള കാര്യം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലുള്ള അന്വേഷണങ്ങൾ, ഇത്രയും പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ ഒരു മീഡിയ ട്രയലിൻ്റെ പശ്ചാത്തലത്തിൽ നടത്താൻ പറ്റില്ല എന്ന് കോടതി. എന്നിട്ട് എന്തുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ ഈ അന്വേഷണം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് കോടതി ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിന് മേൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് 6 ആഴ്ച കാലത്തെ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നു കൂടി ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഈ പൊട്ടിക്കലായിരുന്നില്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു. അത് ചില വിമർശനങ്ങൾ ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. എന്നാലും മോറോർലെസ് ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഞാനതെല്ലാം പിൻവലിക്കുന്നു. അതുപോലെ തന്നെ ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ ഇതിനകത്തൂടെ എനിക്ക് മനസ്സിലാവും. ഇനി ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അടുത്ത 6 മാസത്തെ അന്വേഷണം, ഇത് പിണറായി സർക്കാരിന് മേൽ CPM ഉയർത്താൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ ചെറുതായിട്ട് അതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് CBI അന്വേഷണം വേണ്ട എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വാദം. ഏതൊക്കെ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ കൃപേഷിൻ്റെ കൊലക്കേസായിരുന്നാലും ഷുഹൈബ് വധക്കേസായിരുന്നാലും ഒക്കെ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ അതുപോലെ ഏതൊക്കെ ഈ ഒരു CBI അന്വേഷണത്തെ സർക്കാർ എതിർത്തിട്ടുണ്ടോ അതിലൊക്കെ അവർക്കൊരു പങ്കുണ്ട് എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് CBI അന്വേഷണത്തിനൊന്നും ഒരു പ്രസക്തിയില്ലെന്നും ഈ അന്വേഷണത്തിൽ കൂടി ഈ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നുമുള്ള ഉത്തമ ബോധ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഉണ്ട് എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം കാര്യകാരണ സഹിതമാണ് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ ചുമ്മാ വന്നിട്ട് പിന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൊള്ളാം പോയി, അങ്ങനെയല്ല. അവർ ഇഴകീറി പരിശോധിച്ച് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്നതിലൂടെ സത്യം പുറത്തു വരും എന്നുള്ള ഉറച്ച വിശ്വാസം കാര്യകാരണ സഹിതം കോടതി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം എന്നുള്ളത് പിന്നെ നമ്മുടെ ചർച്ചയിൽ തന്നെ ആ ഒരു പ്രസക്തിയില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താ? ഇന്നിപ്പോൾ ജനുവരി 5 ഇനി ഒരു 46 ദിവസം, ജനുവരി 46 ദിവസം കൂടെ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മധ്യത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. മനസ്സിലായി? ഫെബ്രുവരി അവസാനത്തോടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മാർച്ച് ആകുമ്പോഴത്തേക്കും പെരുമാറ്റച്ചട്ടം വരികയാണ്. ഈ നിലയിലാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ഞാൻ പറയാം, ഒരു സംശയവും വേണ്ട, CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു വാട്ടർലൂ ആയിരിക്കും ഈ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 CPM നേതാക്കന്മാർ ജില്ലാതലത്തിലുള്ള ഒരു ജയിലിൽ കിടന്നപ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതാണ്. ഒരു സംശയവും വേണ്ട, ഈ അന്തിമ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഒന്നിലധികം ആളുകൾ, അത് എവിടം വരെ പോകുമെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഒന്നിലധികം ആളുകൾ, MLA-മാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ, മുൻ മന്ത്രിമാരുൾപ്പെടെ ഇതിനകത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ഈ കാരണഭൂതനിലേക്ക് എത്തുകയോ ഇല്ലെന്ന് മാത്രം നമ്മൾ നോക്കിച്ചാൽ എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി തെരഞ്ഞെടുപ്പിലേക്ക് പടി ചവിട്ടി നിൽക്കുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായിട്ടുള്ള പരിക്കായിരിക്കും ഇത് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ ജനുവരി 5 ഈ ഹൈക്കോടതി വിധിയും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എന്നാണ് നമുക്ക് ഈ വിധി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, SIT-യുടെയും മെല്ലപ്പോക്കിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കോടതി പ്രതിബദ്ധമാണ് എന്നാണ് ഇന്നലത്തെ വിധിന്യായത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, SIT-യിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർക്ക് 6 ആഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകിയിരിക്കുന്നു എന്നത് മാത്രമല്ല, ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ എത്രത്തോളം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ ഈ വിധിന്യായം കാണുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഇനി അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷേ ഈ 45 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ SIT-യെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംബന്ധിച്ച് നടപടിക്രമങ്ങൾ, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ഒറ്റ കാര്യം മാത്രമേ സംശയമുള്ളൂ, ഈ അന്വേഷണം ഒടുവിലെത്തുന്നത് കാരണഭൂതനിലേക്ക് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻപൊരിക്കലും ഉണ്ടാകാത്ത തരം പ്രഹരമാണ്. അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും.